NCP മന്ത്രിമാറ്റത്തിൽ തീരുമാനമായില്ല. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വിസമ്മതിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് AK ശശീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് താൻ തടസ്സമല്ല. മുഖ്യമന്ത്രിയുടെ അനിഷ്ടം ശരത് പവാറിനെ അറിയിച്ചിരുന്നു. NCPക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകരുതെന്നും പരസ്യവിവാദം ഗുണം ചെയ്യില്ല എന്നും AK ശശീന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. മന്ത്രിമാറ്റത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും എന്നായിരുന്നു തോമസ് കെ തോമസിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെയും എന്നെയും വിളിച്ച് ഈ നീക്കം നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുകയും അതിനുള്ള കാരണം പറയുകയും ചെയ്തിട്ടുണ്ട്. തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സഭയിലെ അംഗമായി തോമസിനെ ഉൾക്കൊള്ളിക്കുന്നതിൽ എനിക്ക് ചില വ്യക്തിപരമായ അനിഷ്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാര്യം ബഹുമാനപ്പെട്ട PC ചാക്കോയുടെ സാന്നിധ്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ശരത് പവാറിനെ അറിയിച്ചു. ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ ആ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകാമെന്നും തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായതുകൊണ്ട് ഇത് സംബന്ധിച്ച ഒരു കാര്യവും മാധ്യമങ്ങളിലോ മറ്റു സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ലെന്നും തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം നമ്മൾ എടുത്തതിന് ശേഷവും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന വാർത്തകളിൽ ഞാൻ അസ്വസ്ഥനാണ്. ഞങ്ങളുടെ ഇവിടുത്തെ സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞതിന് ശേഷം പവാർജി എന്നെ വിളിപ്പിച്ചതനുസരിച്ചാണ് ഞാൻ ഡൽഹി പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോകുന്നു. വേറെ മറ്റൊരു ഡിസ്കഷനും നടന്നിട്ടില്ല. കേന്ദ്ര നേതൃത്വം അത് തീരുമാനം കൊടുക്കും. അത് തന്നെയാണ് PC ചാക്കോയും പറഞ്ഞത്. കേന്ദ്ര നേതൃത്വം ആ തീരുമാനം കൊടുക്കുകയാണ്. മന്ത്രി മാറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. പവാർജി എന്നെ വിളിപ്പിച്ചത് ഞങ്ങളുടെ ഇവിടെ നടന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. പവാർജി ഞാൻ കാണുന്നു. എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് സംബന്ധിച്ചാണ് ഉടനെ തന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം തന്നിരിക്കുന്ന നിർദ്ദേശം അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്കും പോകണ്ട, അപ്പോൾ അവർ തീരുമാനിക്കുമല്ലോ. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും. ലേബി സജീന്ദ്രനും നോബിൾ മാരിക്കാരനും വിവരങ്ങൾ നൽകും. ആദ്യം ലേബിയിലേക്കാണ്. ലേബി, ഇപ്പോൾ ശശീന്ദ്രന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയാണ് മന്ത്രിമാറ്റത്തിൽ താല്പര്യമില്ലാതെ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് അപ്പുറത്തേക്ക് അതിൽ കടക്കേണ്ടതില്ലല്ലോ. ഒരു മന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന കാര്യങ്ങളാണ് ശശീന്ദ്രൻ ഇന്ന് റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുമായി ഇനിയിപ്പോൾ ചർച്ച തോമസ് കെ തോമസിനുള്ള സാധ്യത എത്രത്തോളമാണ്? പലതവണ മുമ്പ് 2 തവണ ഇപ്പോൾ മന്ത്രിസ്ഥാനം നൽകാതിരിക്കുന്നതിലുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചതാണ്. ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങൾ സമയം കിട്ടിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ? സ്മൃതി, NCP മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള വ്യക്തമായ ചിത്രമാണ് ഇന്ന് നൽകാനുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 3 മാസമായി ചർച്ചകൾ തുടങ്ങുന്നു. ശശീന്ദ്രൻ പക്ഷവും അതുപോലെ തന്നെ PC ചാക്കോയ്ക്ക് കീഴിൽ തോമസ് കെ തോമസും 2 അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതേ അഭിപ്രായത്തിൽ ഇന്നും നിൽക്കുന്നു. ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാനായിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച കൊച്ചിയിൽ ചേർന്ന NCP സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇതിൽ സംബന്ധിച്ചുള്ള മന്ത്രി മാറ്റം കൂടിയേ തീരൂ എന്നുള്ള ഒരു അന്ത്യശാസനം, മന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അന്ത്യശാസനം PC ചാക്കോ സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നു. AK ശശീന്ദ്രൻ ഇക്കാര്യം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് പതിവ് പോലെ മറുപടി പറയുന്നു. ആ എക്സിക്യൂട്ടീവിന് ശേഷം ഇത് സംബന്ധിച്ച ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഡൽഹിയിൽ പ്രകാശ് കാരാട്ടുമായി കൂടിക്കാഴ്ച നടത്തി അന്തിമ തീരുമാനം എടുക്കുന്നു എന്നുള്ള കാര്യം PC ചാക്കോ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറയുന്നു. അതേ തുടർന്നാണ് ഇന്നലെ ഡൽഹിയിൽ ആ ചർച്ച നടന്നത്. പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറും തോമസ് കെ തോമസും PC ചാക്കോയുമാണ് ചർച്ചയിലുണ്ടായിരുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങൾ നോബിൾ മാരിക്കാരൻ പറയും. പക്ഷേ ഇത് സംബന്ധിച്ച് കേരളത്തിലുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് ആ ചർച്ചയിലേക്ക് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഒരു ചർച്ച നടത്തുമ്പോൾ എന്തുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള കടുത്ത നീരസമാണ് ശശീന്ദ്രൻ പറഞ്ഞത്. ഇപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട് സ്മൃതി, AK ശശീന്ദ്രന്റെ പ്രതികരണവും തോമസ് കെ തോമസിന്റെ പ്രതികരണവും ഒരേപോലെ തന്നെ, അതായത് 3 മാസം മുമ്പ് ഈ പ്രശ്നം ആരംഭിച്ചപ്പോഴുള്ള അതേ പ്രതികരണത്തിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഒരു ചുവട് പോലും ഈ പ്രശ്നത്തിൽ മുന്നോട്ട് പോകാനായിട്ടില്ല പാർട്ടിക്ക്. അടക്കമുള്ള ആരോപണങ്ങൾ തോമസ് കെ തോമസിനെതിരെ ഉയർന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്.